കണ്ണൊക്കെ നിറഞ്ഞ അവനെന്നെ കരയിപ്പിക്കാന്ന് നോക്കാം. ആ അമ്മമ്മക്ക് ഇതിന്റെ ബർത്ത്ഡേയുടെ എത്ര രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്? 2000 താഴെ. പല കളേഴ്സാണ് നമ്മുടെ ആക്ച്വലി മൈൻഡിലുള്ളത്. ഞാൻ ലെമൺ യെല്ലോ അല്ലെങ്കിൽ ബട്ട യെല്ലോ ആണ്. നിന്റെ കല്യാണ വ്ളോഗ് ഞാൻ തകർക്കും. നിങ്ങള് ക്ഷീണിച്ചു എന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല വണ്ണത്തിൽ തന്നെ, വെയിറ്റ് കുറഞ്ഞല്ലേ, പിന്നെ വയസ്സായി, പല്ലൊക്കെ കൊഴിഞ്ഞൊടുങ്ങാറായിട്ട്. നിങ്ങളെ പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് പറയണ്ടല്ലോ. പല്ലൊക്കെ കൊഴിയാറായി, അതുകൊണ്ടാണ്. രണ്ടാമത്തെ മരുമോള് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ എങ്ങോട്ട് പോണേ അമ്മേ? പോണ്ടേ, നമ്മള് തൃശ്ശൂർക്ക് കാലത്ത് ഷോപ്പിംഗ് പറഞ്ഞതാ. എന്തിന്റെ ഷോപ്പിംഗ്? ബർത്ത്ഡേ വരാൻ പോണേ. ഷോപ്പിംഗ് നടത്താ പറഞ്ഞിട്ട് ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല വീട്ടിൽ നിന്ന്. നേരം വൈകി. ഇനി തൃശ്ശൂർ കണ്ടു പോരാൻ പറ്റും തോന്നുന്നു. വഴിയും പ്രശ്നാണ്. സത്യത്തിൽ അമ്മക്ക് സാരി എടുക്കാനല്ലേ തൃശ്ശൂർ വരെ പോണ്? മോഡേണമ്മയല്ലോ. നിന്റെ ബർത്ത്ഡേ പറയാലോ. ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ചെയ്തു. അതന്നെ കഴിഞ്ഞ ദിവസേ എന്ത് കടിച്ചപ്പോഴാണ് പല്ല് പൊട്ടിപ്പോയേ? പല്ല് പൊട്ടിപ്പോയി. ഏത് പല്ല പോയത്? ചിരിക്കുമ്പോ കാണുന്ന ഓട്ടയുള്ള പല്ല്. ഒന്ന് ചിരിക്കൂല, ചുമ്മാ വേണ്ട. അത് അവർക്ക് വ്ളോഗ് കാണുമ്പോ എവിടെയെങ്കിലും ഞാൻ ചിരിക്കും, അപ്പൊ കാണാം. ഇവിടെ ഒരു പല്ല്. എന്റെ ഭാര്യ എവിടെ? നിന്റെ ഭാര്യനെ കാണാനില്ല. എന്റെ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊരു പുച്ഛം. നിങ്ങൾ എന്റെ ഭാര്യ നിങ്ങൾക്ക് ഒരു പുച്ഛണ്ടല്ലോ. പിന്നില്ലാണ്ട് നിന്നിപ്പോ അന്വേഷിച്ചു. അതുകൊണ്ട് അവളോട് ഒരു പുച്ഛം. അവളെന്താണ്? സെലിബ്രേറ്റ്. സെലിബ്രേറ്റ്. ഈ അപ്പന്റെ മേത്ത് എന്താ വടിയൊക്കെ ഇട്ടിരിക്കുന്നത്? അത് ഇവിടെ എല്ലാം പ്രൊട്ടക്ഷൻ വെച്ചേക്കുന്നത്. നിങ്ങളുടെ പ്രൊട്ടക്ഷനാ. അപ്പനെയാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അതോ മുന്നൂനെയാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? എന്നെ ഞാൻ ചോദിക്കല്ല, എനിക്കറിയാം മുന്നൂനെയാണ്. അപ്പനെ. അതെന്താ? അപ്പനെയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവണ്ടേ? അയാളുടെ നിന്ന് ഒരുപാട് ഒന്നും ഉണ്ടായിട്ടില്ല. നിന്റെ അപ്പാപ്പനെ കുറിച്ച് പറയുന്നത് കേക്കണ്ട. കുഞ്ഞാവരെ അപ്പാപ്പനേതാ? കുഞ്ഞാവ് കാണിച്ചു. കുഞ്ഞാവരെ അപ്പാപ്പനെ നീ എല്ലായിടത്തുനിന്ന് പോയി നോക്കണ്ടല്ലോ അപ്പാപ്പനെ. നിങ്ങൾക്ക് രണ്ടാൾക്കും ഭാര്യമാര്, എനിക്ക് പിന്നെ ഉള്ളത് ഈ കുഞ്ഞാവയാ. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ എന്ത് ചെയ്യാം? മരുതിരി എത്തിക്കണം പറയും. നീ കറിയല്ലേ സമയമുണ്ട് ഇനിയും കെട്ടാനായിട്ട്. ഓ, നിന്റെ കല്യാണ വ്ളോഗ് ഞാൻ തകർക്കും. ഇതെന്തിനാ ഈ അടുത്ത് വെച്ചേ? കുതിര അപ്പിടാണ്ടിരിക്കാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കുടുംബസമേതം ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ് അല്ലേ? അതെ. ഗൈസ്, അപ്പൊ നമ്മൾ മുന്നുചേട്ടനെ വിളിക്കുകയാണ്. മുന്നുചേട്ടനെ എവിടെ എത്തിയെന്ന് അറിയാനായിട്ട്. ഈദുന്റെ ബർത്ത്ഡേ വരാണ് May 24th. എല്ലാരും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ചാനലിൽ കൃത്യം 12 മണിക്ക് വ്ളോഗ് ഉണ്ടാവുന്നതായിരിക്കും. ഇതല്ലേ നിന്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ നമ്മള്. അപ്പൊ 17-ാം തീയതി നമ്മള് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു തീം ഒക്കെ ഉണ്ട്, കളർ തീം, കളർ പാലറ്റ്, വേറെ കുറെ കളേഴ്സ് ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ എങ്ങോട്ടാ പോണേ? തൃശ്ശൂർ. വിട്ടാലോ? വിട്ടോ. നമ്മൾ 1 മണിക്കൂർ 15 മിനിറ്റിൽ അവിടെ എത്തുന്നതായിരിക്കും ഗൈസ്. ഇതൊരു പാട്ട് പാടി ചെയ്തു നേരത്തെ. നല്ല സംഗീതം. ഗൈസ്, അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. അപ്പൊ നമ്മൾ ഞാനും ഡിജിയും കൂടെ മെറ്റീരിയൽ നോക്കിയിട്ട് പിന്നെ അമ്മയ്ക്ക് സാരി നോക്കാന്ന് വിചാരിച്ചു. ബട്ടർ യെല്ലോ നോക്കിയാ ഞാൻ വന്നേ, കിട്ടിയാ നല്ലത്. ഡിജി എന്ത് നോക്കിയാ പറഞ്ഞേ? പൗഡർ ബ്ലൂ, ബട്ടർ യെല്ലോ, ഓരോരോ പേര്. പണ്ട് പച്ച, നീല, മഞ്ഞന്നൊക്കെ ആയിരുന്നു. അതാ പൗഡർ ബ്ലൂ. അമ്മയ്ക്ക് ഏതാ കളറ്? ഓർഗാനിക് വൈറ്റ്. ബട്ടർ യെല്ലോ. ഇതാണോ ബട്ടർ യെല്ലോ? ഇതിന്റെ മെറ്റീരിയൽ ആണോ നീ നോക്കുന്നത്? മെറ്റീരിയലാണ് എടുത്തേക്കണേ. കൊള്ളാം, പക്ഷെ ഇത് ലൈനിങ് ഇടേണ്ടി വരുമായിരിക്കും അല്ലേ? ബീനയ്ക്കും ചുരിദാർ തന്നെയാണോ? കൊറേ മെറ്റീരിയൽസ് ഉണ്ടല്ലേ. റേറ്റും കൂടെ നോക്കിയിട്ട് നമ്മള് വാങ്ങിക്കും. അപ്പൊ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് കാണിച്ചാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിക്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ബാക്കി നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഡിജി വിചാരിച്ച പോലത്തെ സംഭവങ്ങൾ കിട്ടുന്നുണ്ടോ? എന്റെ ആ ഭാഗത്താണോ ഞാൻ നോക്കിയിട്ടില്ല. ഒരാളൊരു കുത്തു തുണി പിടിച്ചിട്ടുണ്ട്, അടുത്ത ആളടുത്ത് കുത്തെടുക്കാൻ പോകും.
നമ്മുടെ കളർ തീം എന്താ? അങ്ങനെയല്ല, പല കളറാണ് നമ്മുടെ തീം. അതെന്താ അങ്ങനെ? അതങ്ങനെ അതിന്റെ തീം യൂണിക്കോൺ തീമാ, പല കളേഴ്സ്. എന്തൊരു നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ യെല്ലോ ആണ് നോക്കണേ, അവള് പൗഡർ ബ്ലൂ ആ നോക്കണേ. പക്ഷെ നമുക്ക് രണ്ടുപേരുടെ മനസ്സിലൊരു പിങ്ക് ചെന്ന് പെടുമെന്നൊരു പേടി. യൂണിക്കോൺ തീം ആയതുകൊണ്ട് പല കളേഴ്സാണ് നമ്മുടെ ആക്ച്വലി മൈൻഡിലുള്ളത്. ഞാൻ ലെമൺ യെല്ലോ അല്ലെങ്കിൽ ബട്ട യെല്ലോ ആണ്, അവള് പൗഡർ ബ്ലൂ. ഇതിങ്ങനെ കാണിക്കുമ്പോ തിളങ്ങും. ഇന്ന് എടുത്തിട്ട് അമ്മാമ്മ ഭാവേനെ എടുത്തൊരു നടത്തുണ്ട്. മോനെ നീ നോക്കി വെച്ചോട്ടെ ഇതൊക്കെ, നീയും ഈ ലെവലിലേക്ക് തന്നെ പോണത്. എടാ സ്കേർട്ടിനും ടോപ്പിനും എത്ര മീറ്റർ? 5 മീറ്റർ മതിയാവില്ലേ? അമ്മേ ഡിജീനൊന്ന് വിളിച്ച് പറന്നങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഫ്ലീറ്റ്സ് അല്ലല്ലോ അതിന്. ഡിജിക്കപ്പൊ റെഡി ആയിട്ടില്ല. ഇത് നല്ല രസമല്ലേ ഡിജി? നിനക്ക് ഇഷ്ടായ? പാട്ടുകാരനെ നിനക്ക് എടുക്കാൻ പറ്റണ്ടോന്ന് എനിക്കൊരു ഡൗട്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ പച്ച കളറായി പോയി. ഗൈസ്, അപ്പൊ നമ്മളുടെ ഷോപ്പിംഗ് പരിപാടികൾ അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടിയുള്ള സാരി നോക്കുന്നുണ്ട്, ഇവിക്കും ഡിജിക്കും ഡ്രസ്സ് നോക്കുന്നുണ്ട്. വാവയുടെ ഡ്രസ്സ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഞാനിപ്പോ ഇവിടെ പോസ്റ്റ് ആണ് ഗൈസ്. ഇപ്പൊ എങ്ങോട്ടാ പോണത്? മുകളിലേക്ക് അമ്മയ്ക്ക് സാരി. അമ്മയുടെ സാരി ഇപ്പൊ ഇവിടെ എടുക്കും. 10,000 രൂപയുടെ സാരി. ഒതുങ്ങി എടുക്കണം, കുറഞ്ഞ പൈസ, കാണാൻ നല്ല പോൾച്ച, ഇതൊക്കെ വേണം സാരിക്ക്. ടസറായതുകൊണ്ട് നിനക്ക് സാരി എടുക്കട്ടെ? സാരി എടുക്കട്ടെ നിനക്ക്? കിട്ടിയാൽ നല്ലതാ. അമ്മയ്ക്ക് സാരി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരുവിധം അമ്മയ്ക്ക് കസവ് കുറവുള്ളത്, ഒതുങ്ങി കിടക്കണത്, ലൈറ്റ് കളർ വേണം. അമ്മയടുത്ത് ചോദിക്കുന്നത് എനിക്ക് അമ്മയുടെ പ്രയോറിറ്റിക്ക് നല്ലത്. മുതല് തുപ്പിക്കളിക്കുന്ന അവിടെ. ആരാടാ തുപ്പണ ഇവിടെ ഇരുന്നിട്ട്? ആരോട് തുപ്പണത്? ഒട്ടി ഒട്ടി വരട്ടെ നിനക്ക്. അമ്മേ ഡിജി ഇതെങ്ങനെയുണ്ട്? 3950. ഇത് ഇഷ്ടപ്പെട്ടാ? ഇത് വേണ്ട. 1000 രൂപ ഞാനിട്ട്. 1000 ഞാനിട്ട്. നിങ്ങൾ 950. അതെ, അമ്മ 950. അത് വേണ്ട, എന്റെ ഇല്ല. അന്ന് 950 ഞാനിട്ട്. ഇത് 2000. എനിക്ക് സാരിക്ക് ഇഷ്ടപ്പെടണുണ്ട്, അപ്പൊ അതിന്റെ വില ഇഷ്ടപ്പെടണില്ല. എത്ര രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്? 2000 താഴെ. ഇപ്പൊ എത്രക്കാ കിട്ടണേ? 3000 മീതെ. 1000 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ല, നമുക്ക് ആ കളർ ഇഷ്ടമായോ എന്ന് പറഞ്ഞാൽ മതി. അത് ഡിസ്കൗണ്ട് 50%. എന്നോട് ഇപ്പൊ പറഞ്ഞതാ. എന്റെ പൊന്നമ്മ നല്ലതാണ്. നിന്നിവിടെ ഉള്ളൊരു ശരിയാക്കും ഇത്. ശരിക്കും തല്ലി കിട്ടൂട്ടോ നിനക്ക്. നമ്മള് തല്ലില്ല, അവര് തല്ലും ചെലപ്പോ. 3900, അതായത് 4000. ഗൈസ്, അങ്ങനെ നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വിലയും കൊണ്ട് ഒക്കണം. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിലയും കൊണ്ട് ഒക്കണം. അങ്ങനെ നമ്മള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ആരും ഒരു വിധത്തിൽ നമ്മളെ സെറ്റ് ആക്കി. ഇനിയിപ്പോ എന്റെയും ഡിജയുടെ ഒന്നും കൂടെ ഒന്ന് നോക്കി നോക്കണം. കിട്ടിയാൽ എടുക്കണം. എങ്ങനെയാ? കൈ വെക്ക് വായിക്ക. പെട്ടെന്ന് നീ എന്നെ കണ്ടിട്ട് ഒരു അടി വാങ്ങിക്കുന്നല്ലേ? നീ തന്നെ ഇതേ കളർ ചുരിദാറിന്റെ തുണി ഇരിക്കുന്നുണ്ട് വീട്ടില്. ചുരിദാർ മതി, അത് എടുത്തുണ്ടോ? യെല്ലോയിൽ തന്നെ 4-5 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനാ വേറെ. അത് വേണോ ഇത് വേണോ? ഇതല്ലേ കുറച്ച് ബ്രൈറ്റ്. ലൈനിങ് തുണി ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ എനിക്കുള്ളത് ശരിയായി. ഡിജിക്കൊന്നും സെറ്റ് ആയില്ല. ഡിജിനി എവിടെയോ പോയി എടുക്കും. എനിക്കും അമ്മയ്ക്കുള്ളത് സെറ്റ് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വിശക്കണും ഉണ്ടാ സ്റ്റീഫ? മിസ് ബീന ഓക്കെ ആണോ? ഹാപ്പി ആണോ? ഹാപ്പിയാണ്. അതെന്താ അത്ര ഹാപ്പി അല്ലാത്ത പോലെ? അവൾക്കും കൂടി കിട്ടിയെങ്കിൽ ഫുൾ ഓക്കെ. എനിക്ക് ഓൾറെഡി ഞാൻ എറണാകുളത്ത് തുറന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അതില് നല്ലത് ഏതെങ്കിലും കാണുവാണെങ്കിൽ എടുക്കാൻ. ഞാൻ മാമിക്ക് തന്നെ ഇതെന്താ ഡിജി? ആ അമ്മമ്മക്ക് ഇതിന്റെ ബർത്ത്ഡേയുടെ കോസ്റ്റ്യൂം ഗിഫ്റ്റിംഗ്. ഇനിയിപ്പോ കോസ്റ്റ്യൂം കർട്ടസി ചെയ്തൽ വാവാന്ന് കണ്ടുവരുമല്ലോ.
കണ്ണൊക്കെ നിറഞ്ഞ അവനെന്നെ കരയിപ്പിക്കാൻ നോക്കാം. അമ്മ അത് കരയോ? ഇല്ല, സന്തോഷിക്കല്ലേ വേണ്ടേ സമ്മാനം കിട്ടുമ്പോ. അന്ന് ആ പുതിയ തന്നെ ഇവയ്ക്ക് വക എന്റെ കോസ്റ്റ്യൂം കറക്റ്റ്. നിന്റെ കണ്ണൂടി ഒന്ന് നിറയ്ക്കോ? നിറഞ്ഞു പില്ലേട്ടപ്പോ. അപ്പൊ ഇനി അങ്ങോട്ടെ വീട്ടിക്ക്. നമ്മളെ നമ്മുടെ വീട്ടില് വളരെ കഷ്ടപ്പെട്ട് വളർത്തണ ചെടി ഇത്. അത് നിക്കണോക്ക് എങ്ങനെ നിക്കണു? ആത്തുല്ലസിച്ച്. അതെ, ഒരു മര്യാദ വേണ്ട. അതെ, എല്ലാരെയും നോക്കി ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിക്കണ്. നമ്മുടെ വീട്ടിലാ ഗൈസ്. അപ്പൊ നമ്മൾ ഷോപ്പിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നു. അമ്മയ്ക്ക് സാരി കിട്ടി, എനിക്ക് ഡ്രസ് കിട്ടി, ഡിജിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മുടെ മുന്നുചേട്ടൻ വന്നിട്ടുണ്ട്. ക്ലൈമാക്സിലെ ക്യാമിയോ എൻട്രി റോളക്സ് എത്തിക്കഴിഞ്ഞു. എങ്ങനെയായിരുന്നു നിന്റെ ഇന്നത്തെ ദിവസം? നല്ലതായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാ. വേറെ എന്തെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? നിങ്ങൾക്ക് എല്ലാ പ്രേക്ഷകർക്ക് ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ശരി, ഓക്കെ.